മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ശർക്കര നിർത്തും. അതാണ് ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും കഴിക്കാൻ തോന്നുന്നില്ല. ആ രീതിയിലാക്കിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സാധനം എല്ലാവർക്കും അറിയാമോ എന്തോ, കറ്റാർ വാഴ എന്നൊക്കെ പറയും അല്ലേ? അലോവേര. നമ്മുടെ നാട്ടില് കറ്റാർ വാഴ എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനം നമ്മൾ കഴിക്കാൻ പോയി, ദൈവനെ കൊണ്ട് കഴിപ്പിക്കാൻ പോയി. ഞാൻ അങ്ങനെ കഴിക്കത്തില്ല ചേട്ടൻ. നീ കഴിക്കും. എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ചേട്ടൻ കഴിക്കുമെന്നൊരു ചലഞ്ചിന്മേലാണ് ഈ ഒരു വീഡിയോ നമ്മൾ വെച്ചത്. കാരണം ചേട്ടൻ ഇത് കഴിക്കണം, എനിക്കൊന്ന് കാണണം എങ്ങനെയാണ് കഴിക്കണോ കാണണോ ഒന്നാ. അപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല നീളം ഉണ്ടായിരുന്നു ചേട്ടാ, ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയി. കട്ടിയുള്ളതിന്റെ മാത്രമല്ല, ഈ കത്തി അത്ര ശരിയല്ല. വേറൊരു കത്തി എടുക്കാം. ഞാനത് പെൺകുട്ടി കണ്ടുകൊണ്ടാണ് വേറൊരു കത്തി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. കൊച്ചു കത്തിയൊക്കെ പറ്റൂളേ. കറക്റ്റ് കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ദേവു അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് കഴിക്കൂ, എനിക്ക് ഇത് കഴിക്കുന്ന ഒരു അറിവില്ല, എനിക്ക് കഴിച്ചിട്ടുമില്ല, എനിക്ക് അറിയത്തുമില്ല. സത്യത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ തലയിൽ തേച്ചപ്പോ തന്നെ അറിയാതെ കൈ വായി വെച്ചപ്പോ തന്നെ എനിക്ക് ഒരുമാതിരി ഭയങ്കര കയ്പ് പോലെ തോന്നി. അപ്പൊ തന്നെ ഞാൻ തുപ്പിക്കളഞ്ഞ് നല്ല വിഷം വിചാരിച്ച്. എനിക്ക് ഈ കറ്റാർവാഴയുടെ സൈഡ് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ആണ്. ആ ഒരു മുള്ളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ്. നല്ല രസമുണ്ട്. കണ്ടില്ലേ, നല്ല രസമാണ്. എന്റെ കയ്യിലൊക്കെ വഴുവഴ തലയിൽ തയ്ക്കാനേ. ഇതൊന്നും വായിൽ എങ്ങനെ വെക്കും ഈ സാധനം? ഇത് വായിൽ വെക്കുന്നതിന്റെ അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ കഴിക്കാൻ പോകുന്നു, ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു. എന്നിട്ട് എന്താന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇത് കഴിച്ചുകൂടാ, അതാണ് ഇതാണ്. അപ്പോഴത്തേക്കും ഞാൻ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവു എന്നെ വളരെ രീതിയിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല, ഇത് കുറച്ച് എമൗണ്ടേ കഴിക്കാവുള്ളൂ. നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. വയറുവേദന, ഡയറിയ ഇതുപോലത്തെ സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് എമൗണ്ടേ കഴിച്ചു നോക്കാവുള്ളൂ. എന്നിട്ട് പയ്യെ ഇത് കൂട്ടാവുള്ളതാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത്. പിന്നെ ചില മരുന്നുകൾ എടുക്കുന്നവർക്ക്, മെഡിക്കേഷൻസ് എടുക്കുന്നവർക്ക് ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഇത് കഴിക്കാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് കണ്ടു. പിന്നെ നമ്മൾ ഈ ഒരു അലോവേര കഴിക്കുന്നതിന്റെ ഗുണത്തെ പറ്റി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിൽ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, പ്രതിരോധ ശക്തിക്ക് നമുക്ക് നല്ലതാണ്. പിന്നെ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമുക്ക് നല്ലതാണ്. പിന്നെ നമ്മളെ സ്കിന്നിനും നല്ലതാണ്. പിന്നെ മുടിക്കും നല്ലതാണ്. നമുക്ക് സുന്ദരനാവുന്നതിനുള്ള ആ ഒരു എന്താണ് അസൂയ കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് കഴിക്കരുത് എന്നെ. കഴിക്കരുതെന്നല്ല, ചേട്ടൻ കഴിച്ചു, അതിനാണ് ഞാൻ അവിടെ നിൽക്കണം. പക്ഷെ ചേട്ടൻ പറഞ്ഞു എന്റെ കൂടെ കഴിക്കണമെന്ന്. അപ്പൊ എനിക്കിത് ചേട്ടൻ ഞാൻ വിളിക്കാതെ പ്ലീസ്. നിന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ വലിച്ചിളക്കരുത്. അങ്ങനെ വലിച്ചിളക്കി കഴിഞ്ഞാൽ നശിപ്പിച്ചപ്പോ മനസ്സിലായില്ലേ, ഇതാണ് ഇവളുടെ സ്വഭാവം. പക്ഷെ ഇത് കണ്ട, ഇതിന്റെ അകത്ത് നല്ല ഇങ്ങനെ ഒരു ജെല്ലി ടെക്സ്ചർ ഇപ്പൊ തന്നെ ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കറ്റാർവാഴ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, തലയിൽ തേക്കാനും കുളിക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കയ്യിലെ ഈ ടെക്സ്ചർ എനിക്ക് എന്തോ ഈ സാധനം കഴിക്കാൻ പറ്റും. ഞാനിത് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കാര്യം ചെയ്യാം. ഞാൻ വിളിക്കുന്നത്, നമുക്ക് ചേട്ടൻ ഇത് കഴിക്കുമെന്നുണ്ടെങ്കിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ചേട്ടൻ ഇത് കഴിപ്പിക്കാൻ നോക്കാം. ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഇത് കഴിപ്പിച്ച് എന്നെ കൊല്ലുക, അതാണ് അവളുടെ ഉദ്ദേശം ഗൈസ്. ഇല്ല എങ്കിൽ ശർക്കര എങ്ങനെ മതി? പണ്ട് ഞാൻ ശർക്കരയും കൂടി കഴിച്ചിട്ടുണ്ട്. ഇതാ ശർക്കര ഗൈസ് നോക്കിയാണ് നമ്മുടെ ബുളുബുളുത്ത അലുവ റെഡിയായിട്ട്. ചേട്ടൻ നല്ല വൃത്തിയായിട്ട് സൈഡും നമ്മള് കർവ്ഡ് ആയിട്ടുള്ള ഫോൺ ഇരിക്കുന്നില്ലേ, അത് കണക്ക് നല്ല കർവ് ഷേപ്പിൽ നല്ല ഗ്ലാസി ഫീലിംഗിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൂപ്പറാണ്. കൈ നിറയെ വഴുവഴുക്കൽ സാധനം വരുന്നു. ഇത് എങ്ങനെ കഴിക്കും? എനിക്കിത് ആലോചിക്കാൻ പോലും വഴി. കണ്ടിട്ട് ചെല്ലിയാണ്, പക്ഷെ എന്റെ അകക്കണ്ട ഒരുമാതിരി ഈ സാധനം. പിന്നെ ഇതിനൊരു കറയുണ്ട്. ആ കറ അത്ര നല്ല സാധനമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചിലർക്കൊക്കെ പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അലുവ കട്ടിയാണ് അല്ലേ? കണ്ടിട്ട് എന്തോ വലിയൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു അലുവ കട്ടിയ തിന്നണമുണ്ട്. കറ്റാർവാഴ ആരൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് അവരെല്ലാം കമന്റ് ചെയ്യണം, ടേസ്റ്റ് പറയണം. ടേസ്റ്റ് പറയാൻ പറ്റും, എന്നാലും നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയണം, എങ്ങനെ ഉണ്ടെന്ന് പറയണം. വെള്ളരിക്കണൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് എന്തോ കയ്പ് പോലെ എനിക്ക് തോന്നി. ഇത് എന്തായാലും ദേവ് കഴിക്കുന്നതായിരിക്കും. ഞാൻ കഴിക്കാൻ പോവുകയാണ്. അതല്ല, വെയിറ്റ് ഞാൻ ഒന്ന് കാണിച്ചോട്ടെ. കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബിളിബിളാവുള്ള സാധനം. കണ്ട ഈ ആലിപ്പഴം കണക്കെ ഇരിക്കുന്നല്ലേ, ആലിപ്പഴം സോപ്പ് ഐസ് കട്ടേര എന്നാ എന്താണ് അത്രയും നല്ല ഫ്ലഫിയാണ്. ചെറിയ ചെറിയ നാരുകളുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ നേരത്തെ നാരുകൾ, നീണ്ടിരിക്കുന്ന നാരുകളുണ്ട്. എന്തായാലും ഞാൻ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, എല്ലാരും കണ്ടോളൂ.
ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല, കയ്പില്ല. കയ്പില്ലാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കട്ട് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്തു. എന്റെ അഭിപ്രായത്തില് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഇത്തിരി മുക്കി തിന്നോക്ക്. പക്ഷെ അതും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാമോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ കെമിക്കൽ റിയാക്ഷനുകൾ ആയി കഴിഞ്ഞു. ഞാനിത് പണ്ട് കഴിച്ചിട്ടുള്ളത് ശർക്കരയായിട്ട് മിക്സ്. പക്ഷെ ശർക്കരയാണ് ചെറിയ മധുരം ഉണ്ടായിരുന്നെങ്കിൽ സാധനം നല്ലൊരു ഫ്രൂട്ടായി മാറേണ്ട ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം ഇത് എല്ലാവർക്കും പറ്റുന്നതല്ല എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ഇത് കുറച്ചറിയാൻ കഴിയാൻ പറ്റുള്ളൂ, കാരണം പെട്ടെന്ന് വയറുവേദന, ഡയറിയ പോലത്തെ അസുഖങ്ങൾ വരും. നമുക്ക് അങ്ങനെ ഇറിറ്റേഷൻസ് വരും ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ. ഞാൻ കഴിച്ചു, അതല്ലേ ഞാൻ വെയിറ്റ് ചെയ്യുന്നതല്ലേ. മര്യാദ കഴിക്കടി. എന്ത് വേറെ ഒരു കയ്പുമില്ല, കയ്പൊന്നുമില്ല, ഒരു പുളിപ്പും കയ്പും ഇല്ല. നീ കഴിച്ചു നോക്ക്. പച്ചവെള്ളം, നമ്മള് എന്താണ് കട്ടിയുള്ള പച്ചവെള്ളം. അയ്യോടാ, പിന്നെ കാഴ്ചകളി കാണിക്കണമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ഇനിയും കഴിക്കാൻ തയ്യാറാണ്. വെള്ളരിക്കയുടെ ടേസ്റ്റ് ആണ്. വെള്ളരിക്ക, പച്ച വെള്ളരിക്ക, ചില വെള്ളരിക്കയിൽ ഒത്തിരി പുളിപ്പും കയ്പും കൂടെ ഇല്ലേ, ആ ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് ചവക്കൊള്ള കുഴപ്പമില്ല. ചവച്ച് കഴിഞ്ഞ അല്ല, ചവർപ്പല്ല, ചവച്ച് കഴിഞ്ഞ ഇങ്ങനെ കുളുകുള നമ്മളെ വായിക്കകത്ത് നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ ഒരുമാതിരി ബബിൾക്കും അല്ല, ഇറക്കാൻ തോന്നുമില്ല. നമ്മളെ വയറ്റിലോട്ടെല്ലാം നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ചിന്തിച്ച് വയറുവേദന ഉണ്ടാക്കണം എന്ന് തോന്നുന്നു. നമുക്ക് വയറ്റിലോട്ട് ഇറക്കാൻ പറ്റാത്ത ഒരു രീതിയിലൊരു ഒരു കൺസിസ്റ്റൻസി അല്ലേ ഇതിലുള്ളത്. നമ്മൾ ചവച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങനെ തുപ്പലേത്. ഇതിലൊരു നാരുണ്ട്, ആ നാര് ഒഴിവായി കഴിഞ്ഞാൽ പക്കയായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. നാരും ആ കൊഴുപ്പും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. വെള്ളരിക്ക പോലെ ജെല്ലി ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നമ്മൾ ചവച്ച് കഴിയുമ്പോഴേ ആ നാരിപ്പ മാറ്റിയിട്ട് ഞാൻ ഇപ്പൊ കഴിക്കും. ഈ നമ്മൾ ചവച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരുമാതിരി എല്ലാം കൂടെ ഒരു ഒറ്റ ഒരു സാധനം പോലെ എല്ലാം കൂടെ ഇങ്ങനെ ബബിൾക്ക് കണക്കായി മാറും. അപ്പൊ നമുക്ക് ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സാധനം. അതാണ് പ്രശ്നം. നമ്മൾ ഇറക്കി കഴിയുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടോടെ ഇറക്കുമ്പോഴായിരിക്കും എനിക്കൊന്ന് ഓർക്കാനിക്കൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ ഈ സാധനത്തിൽ യാതൊരു വിധ നാരുകളും ഇല്ല. കറക്റ്റ് ആയിട്ട് ആ ഇത് മാത്രം നോക്ക്. ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണേ. ഇത് ഞാൻ ഇപ്പൊ കഴിക്കുവേ. കഴി ചവച്ചിറക്കി വാ തുറക്കണം. ചവയ്ക്ക് നല്ല പാടാണ്, നല്ല കട്ടിയുള്ള സാധനമാണ് ചവയ്ക്കുന്നത്, അതുകൊണ്ട് പാടാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, ഇറക്കാൻ പാടാണ്. എനിക്കറിയാം, ഇറക്കുമ്പോഴത്തേക്കും ബുളുബുളുപ്പുണ്ട്, ഇറങ്ങൂല. നമുക്കത് ഇറക്കാൻ പറ്റും, പക്ഷെ ഇത് കംപ്ലീറ്റ് നമ്മൾ ചവച്ചിരിക്കും. ഈ ചെറിയ പോർഷൻ നമ്മൾ കഴിക്കണമെങ്കിൽ ആ ചെറിയ പോർഷൻ ഫുള്ളായിട്ട് ചവച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തൊണ്ടയിൽ തട്ടും, അന്നേരം ചിലപ്പോൾ ചിലർ വാള് വയ്ക്കും. അതായിരിക്കും ഒരു പക്ഷേ ഛർദ്ദിക്കും. അതാണ് ഞാനും പറഞ്ഞത്, നമുക്ക് ചവയ്ക്കുമ്പോ തന്നെ നമുക്ക് ഒരുമാതിരി എങ്ങാകുമ്പോ തുപ്പിക്കളയും. ഫുള്ള് ചവയ്ക്കണം, കംപ്ലീറ്റ് ചവച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ചവച്ചാൽ ഇത് പൊടിഞ്ഞു പോകുമെന്ന് അറിയാൻ പറ്റൂല. അപ്പോഴേ കൊഴുകൊഴാങ്ങാവും. അതിന് വേണ്ടിയൊന്നുമില്ല, സിമ്പിൾ സാധനം, ഒരു വിഷയമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. ദോഷം അങ്ങനെ ഇതുവരെയും ആരും പറഞ്ഞിട്ടുമില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എനിക്കിത് ദോഷമുണ്ട്. എനിക്കിത് സ്കിൻ അലർജിയാണ്. എനിക്ക് ഒരു കാരണവശാലും ഈ അലോവേര ജെല്ല് ഞാൻ മുടി തേച്ചിട്ട് എന്റെ നെറ്റിയിൽ അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ്. എന്നെ പോലെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഈ അലോവേര ജെല്ല് മുഖത്ത് എവിടെയെങ്കിലും സ്കിന്നിൽ ഇത് മുഖത്ത് തേക്കുന്നവരുണ്ട്, ആ തേക്കും. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഏതൊരു സംഭവം ഉണ്ടാക്കിയാൽ അതിന്റെ കൂടെ അലോവേര ജെല്ല് ഇടും. പക്ഷെ എനിക്ക് ഇടാൻ പറ്റൂല. ഈ സാധനം ഞാൻ മുഖത്ത് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചൊറിഞ്ഞ് എന്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം. സ്കിന്നിന് നല്ലതാണെങ്കിലും എനിക്ക് നല്ലതല്ല. ചിലപ്പോൾ ഉള്ളിച്ചത് നല്ലതായിരിക്കും, പക്ഷെ എനിക്ക് പുറത്ത് തൊട്ടുകൂടാ. അപ്പം നമ്മുടെ സിമ്പിളാണ് സാധനം, എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. പൊളി ഐറ്റം. ശർക്കരയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ശർക്കര നിർത്തു. അതോടെ പിന്നെ ശർക്കരക്ക് പുളിപുളത്തെ ടേസ്റ്റ് ആണെങ്കിൽ ശർക്കര വെറുപ്പീരാണ്. ഇവളുടെ കൂടെ ഇരുന്നത് കഴിക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്ത് ആർക്കും സ്വന്തമായിട്ടിരിക്കുമ്പോൾ ഇത് കഴിക്കാം. കാരണം ഇത്രയും വൃത്തിയോടാണ് ഈ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്തൊരു വൃത്തിയുടെ വീഡിയോ ആയിട്ട് പിന്നെയും വരും. അല്ല, ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെയും സ്റ്റേ ട്യൂൺ.